മാലിദ്വീപ് ഇന്ത്യക്കൊരു ഇരയാണോ? മാലിദ്വീപിനെ തകർക്കാനും ചൈന പിന്തുണയുള്ള പ്രസിഡന്റിനെ താഴെ ഇറക്കാനും ഇന്ത്യ ശ്രമിക്കുന്നുണ്ടോ? പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ത്യയെ കരിവാരി തേക്കാനുള്ള ചൈനയുടെ ശ്രമങ്ങളാണോ? എന്താണ് വിഷയം? നമുക്ക് പരിശോധിക്കാം. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസിവിനെ ഇംപീച്ച് ചെയ്യാനുള്ള ഗൂഢാലോചനയിൽ പ്രതിപക്ഷ മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടിയിലെ രാഷ്ട്രീയക്കാർ ഇന്ത്യയോട് $6 മില്യൺ ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് പുറത്തുവന്നതോടെ ഈ വിഷയത്തിൽ ഇന്ത്യയെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള ചർച്ചകളും ആരംഭിച്ചു കഴിഞ്ഞു. ഈ വർഷം ആദ്യം നടന്ന പദ്ധതി യാഥാർത്ഥ്യമായില്ലെന്നും തിങ്കളാഴ്ച വാഷിംഗ്ടൺ പോസ്റ്റ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡെമോക്രാറ്റിക് റിന്യൂവൽ ഇനിഷ്യേറ്റീവ് എന്ന തലക്കെട്ടിലുള്ള ആഭ്യന്തര രേഖയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ റിപ്പോർട്ട്. മുയിസിവിന്റെ സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ചിലർ ഉൾപ്പെടെ മാലിദ്വീപ് പാർലമെന്റിലെ 40 അംഗങ്ങൾക്ക് കൈക്കൂലി നൽകാനുള്ള വിശദമായ പദ്ധതികൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മുയിസിവിനെതിരായ ഇത്തരമൊരു ഗൂഢാലോചനയെക്കുറിച്ച് അറിവില്ലെന്ന് മുൻ മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് നഷീദ് പറഞ്ഞു. ഇന്ത്യ ഒരിക്കലും അത്തരമൊരു നീക്കത്തെ പിന്തുണയ്ക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരവധി മുതിർന്ന സൈനിക പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണം നൽകാനും രാജ്യത്തെ സ്വാധീനമുള്ള 3 ക്രിമിനൽ സംഘങ്ങളുടെ സഹായം തേടാനും മുയിസിവിനെ പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് പുറത്താക്കുന്നത് ഉറപ്പാക്കാനുള്ള പദ്ധതികളും ഇതിൽ ഉൾപ്പെടുത്തതായി US ദിനപത്രം ആക്സസ് ചെയ്തതായി അവകാശപ്പെടുന്ന രേഖയിൽ പറയുന്നുണ്ട്. മാലിദ്വീപിലെ പ്രതിപക്ഷ രാഷ്ട്രീയക്കാർ അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുന്നതിന് വോട്ട് ചെയ്യാൻ മുയിസിവിന്റെ സ്വന്തം പാർട്ടി, അതായത് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് ഉൾപ്പെടെ 40 പാർലമെന്റ് അംഗങ്ങൾക്ക് കൈക്കൂലി നൽകാൻ നിർദ്ദേശിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റിന്റെ ഡെമോക്രാറ്റിക് റിന്യൂവൽ ഇനിഷ്യേറ്റീവ് എന്ന ആന്തരിക രേഖയിൽ വ്യക്തമാക്കുന്നു. വിവിധ കക്ഷികൾക്ക് പണം നൽകുന്നതിന് ഗൂഢാലോചനക്കാർ 87 മില്യൺ മാലിദ്വീപ് റുഫിയ അല്ലെങ്കിൽ $6 മില്യൺ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 2 മാലിദ്വീപ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച് ഇത് ഇന്ത്യയിൽ നിന്ന് തേടുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നു. ഇപ്പോൾ പുറത്തുവന്ന രേഖകൾ പ്രകാരം 2024 ജനുവരിയോടെ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്ങുമായി, അതായത് റോയുമായി ബന്ധമുള്ള വ്യക്തികൾ മാലിദ്വീപ് പ്രതിപക്ഷ നേതാക്കളുമായി മുയിസിവിനെ നീക്കം ചെയ്യുന്നതിനുള്ള സാധ്യതകൾ ആരായാൻ വിവേകപൂർവമായ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ആഴ്ചകൾക്കുള്ളിൽ ഒരു പദ്ധതി ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ടത്രേ. എന്നാൽ മാസങ്ങളോളം രഹസ്യ ചർച്ചകൾ നടത്തിയിട്ടും ഇംപീച്ച്മെന്റ് നടപ്പിലാക്കാൻ ആവശ്യമായ പാർലമെന്ററി പിന്തുണ ശേഖരിക്കുന്നതിൽ ആശയം പരാജയപ്പെട്ടു. റിപ്പോർട്ട് അവകാശപ്പെടുന്നത് ഇങ്ങനെയാണ്. എന്നിരുന്നാലും പദ്ധതിക്ക് ഡൽഹിയിലെ മുതിർന്ന സർക്കാർ ഉദ്യോഗസ്ഥർ അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും മുയിസിവിനെതിരായ ഇംപീച്ച്മെന്റിനെ ഇന്ത്യ പിന്തുണയ്ക്കുന്നത് പരിഗണിക്കുന്നുണ്ടോ എന്നത് വ്യക്തതയില്ലാത്തതാണെന്നും മാധ്യമ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ചർച്ചകൾ നടന്നെങ്കിലും പദ്ധതി യാഥാർത്ഥ്യമായില്ലെന്ന് പേര് വെളിപ്പെടുത്താത്ത 2 മാലിദ്വീപ് ഉദ്യോഗസ്ഥർ US ദിനപത്രത്തോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ US ദിനപത്രം ഉന്നയിച്ച അവകാശവാദങ്ങളോട് വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മാലിദ്വീപിലെ പ്രതിപക്ഷത്തോട് ഇന്ത്യ ഒരിക്കലും വ്യവസ്ഥകൾ നിർദ്ദേശിച്ചിട്ടില്ലെന്ന് US ദിനപത്രത്തോട് പ്രതികരിച്ചുകൊണ്ട് മാലിദ്വീപ് മുൻ പ്രസിഡന്റായ മുഹമ്മദ് നഷീദും കൂട്ടിച്ചേർത്തു. ഇന്നത്തെ വാഷിംഗ്ടൺ പോസ്റ്റ് ലേഖനം ഞാൻ താൽപര്യത്തോടെ വായിച്ചു. പ്രസിഡന്റിനെതിരായ ഗുരുതരമായ ഗൂഢാലോചനയെക്കുറിച്ച് എനിക്കറിയില്ലായിരുന്നു. ചിലർ എപ്പോഴും ഗൂഢാലോചനയിലാണ് ജീവിക്കുന്നത്. മാലിദ്വീപിന്റെ ജനാധിപത്യത്തെ അവർ എപ്പോഴും പിന്തുണയ്ക്കുന്നതിനാൽ ഇന്ത്യ അത്തരമൊരു നീക്കത്തെ ഒരിക്കലും പിന്തുണയ്ക്കില്ല. ഇന്ത്യ ഒരിക്കലും വ്യവസ്ഥകൾ നിർദ്ദേശിച്ചിട്ടില്ല. ഞങ്ങളും. നഷീദ് ട്വീറ്റിൽ പറഞ്ഞത് ഇങ്ങനെയാണ്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ നടന്ന മാലിദ്വീപ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ്, അതായത് PNC മേധാവിയും ചൈന അനുകൂല നേതാവുമായ മുയിസു കേവല ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 93 അംഗ നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 86-ൽ 66 സീറ്റും മുയിസുവിന്റെ പാർട്ടി നേടുകയായിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സത്യമാണ്. കഴിഞ്ഞ നവംബറിൽ മുയിസു അധികാരമേറ്റപ്പോൾ ചൈനയുടെ സ്വാധീന മേഖലയോട് കൂടുതൽ അടുക്കുന്നതായിട്ടാണ് അനുഭവപ്പെട്ടത്. തന്റെ ഇന്ത്യ ഔട്ട് അജണ്ടയ്ക്ക് കീഴിൽ 3 വിമാനങ്ങൾ പ്രവർത്തിക്കുന്നതിനായി മാലിദ്വീപിൽ നിലയുറപ്പിച്ചിരിക്കുന്ന 80-ലധികം ഇന്ത്യൻ സൈനികരെ പിൻവലിക്കണമെന്ന് മുയിസു ആദ്യം ആവശ്യപ്പെട്ടിരുന്നു. ജനുവരിയിൽ മുയിസുവിന്റെ 3 മുൻ ഡെപ്യൂട്ടിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ച് പ്രകോപനപരമായ പരാമർശങ്ങൾ നടത്തിയതോടെ സ്ഥിതി കൂടുതൽ വഷളാവുകയും ചെയ്തു. എന്നിരുന്നാലും 2024 ഒക്ടോബറിൽ പ്രസിഡന്റ് മുയിസുവിന്റെ 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിൽ അനുരഞ്ജനത്തിലേക്കുള്ള ഒരു മാറ്റം ഉയർന്നു വരികയായിരുന്നു. മഞ്ഞുരുകുന്നത് അപ്പോൾ നമ്മൾ കണ്ടതാണ്. ബന്ധം മെച്ചപ്പെടുത്താനുള്ള ശ്രമത്തിൽ ഇന്ത്യ മാലിദ്വീപ് ബന്ധങ്ങളുടെ പ്രാധാന്യം അദ്ദേഹം അടിവരയിട്ട് പറഞ്ഞതുമാണ്. മാലിദ്വീപിന്റെ സാമൂഹിക സാമ്പത്തിക അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഇന്ത്യയുടെ സുപ്രധാന പങ്ക് അദ്ദേഹം എടുത്തു കാണിക്കുകയും ചെയ്തിരുന്നു. ദ്വീപ് രാഷ്ട്രത്തിന്റെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള കറൻസി സ്വാപ്പ് കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയും മാലിദ്വീപും സ്വന്തം കറൻസിയിൽ വിനിമയം നടത്താൻ കരാറിൽ എത്തിയതായിരുന്നു. വ്യാപാര നിക്ഷേപ മേഖലയിൽ വൻ കുതിപ്പുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ ഉഭയകക്ഷി ബന്ധത്തിലെ ഈ നീക്കം നടന്നത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുണ്ടായ നയതന്ത്ര ഉരസലുകൾക്ക് അറുതി വരുത്തിയ ഹൈദരാബാദ് ഹൗസിലെ കൂടിക്കാഴ്ചകൾക്കൊടുവിൽ ഇന്ത്യ പ്രഥമ സുഹൃത്തിന്റെ സ്ഥാനത്താണെന്ന് മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവും
മാലിദ്വീപുമായി എക്കാലവും അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന നിലപാടാണ് ഇന്ത്യയുടേതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് പ്രതികൂലമാകുന്ന വിധത്തിലുള്ളതൊന്നും മാലിദ്വീപിന്റെ ഭാഗത്തു നിന്നുണ്ടാകില്ലെന്നും ഇന്ത്യയെ ഏറെ വിലമതിക്കുന്ന പങ്കാളിയും സുഹൃത്തുമെന്ന നിലയ്ക്കാണ് കാണുന്നതെന്നും മുയ്സു അന്ന് പറഞ്ഞു. മാലിദ്വീപിലെ ഹനിമാദു അന്തർദേശീയ വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തുവെന്നും 28 ദ്വീപ് സമൂഹങ്ങളിലായി 30,000 ഗുണഭോക്താക്കൾക്കായി ഇന്ത്യ കുടിവെള്ള പദ്ധതി നൽകിയെന്നും 800 ഭവനങ്ങൾ ഒരുക്കിയെന്നും മോദി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിൽ മാലിദ്വീപിന് സുപ്രധാന പങ്കുണ്ടെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുന്നു. മേഖലയിലെ സുസ്ഥിരത ഉറപ്പുവരുത്താൻ പ്രതിരോധത്തിലും വ്യാപാരത്തിലും ഊർജ്ജ സുരക്ഷയിലും സമുദ്ര സുരക്ഷയിലും മുമ്പ് ഒരിക്കലുമില്ലാത്ത സഹകരണം ഭാവിയിൽ സാധ്യമാക്കാൻ ഇരു രാഷ്ട്രങ്ങളും തീരുമാനിച്ചു. മാലിദ്വീപിന് പൂർണ്ണ പിന്തുണ നൽകുന്നുവെന്ന് മോദി വ്യക്തമാക്കിയപ്പോൾ മാലിദ്വീപിന്റെ ദേശീയ സുരക്ഷയ്ക്കും സമ്പദ് വ്യവസ്ഥയ്ക്കും വീണ്ടെടുപ്പിനും ഇന്ത്യ വഹിച്ച പങ്ക് മുഹമ്മദ് മൈസു എടുത്തു പറയുകയും ചെയ്തിരുന്നു. 2014 ജലക്ഷാമം നേരിട്ടപ്പോഴും 2019 കോവിഡ് ഉണ്ടായപ്പോഴും ആദ്യമായി സഹായവുമായി എത്തിയ ഇന്ത്യക്ക് മൊയ്സു നന്ദി പറയുകയും ചെയ്തിരുന്നു. ഇന്ത്യയോട് എതിർത്തു നിന്നും ചൈനയ്ക്ക് അനുകൂലമായ നിലപാടെടുത്തതുമായിരുന്നു മാലിദ്വീപിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുയ്സു അധികാരത്തിലേറിയത് എന്ന് പറഞ്ഞല്ലോ. ലക്ഷദ്വീപിലെ ടൂറിസം ഫോട്ടോഷൂട്ടിന് ശേഷം നരേന്ദ്രമോദിക്കെതിരെ മാലിദ്വീപ് മന്ത്രിമാർ നടത്തിയ വിമർശനങ്ങളെ ഇന്ത്യയിൽ മാലിദ്വീപിലേക്കുള്ള വിനോദസഞ്ചാരത്തിനെതിരായ ക്യാമ്പയിൻ നടക്കുകയും മാലിദ്വീപിലേക്കുള്ള ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണത്തിൽ വലിയ കുറവ് അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ മുഹമ്മദ് മുയ്സുവിന്റെ പ്രഥമ ഇന്ത്യൻ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ മഞ്ഞ് എന്നേക്കുമായി ഉരുക്കുന്നതാണ് കണ്ടത്. ഡൽഹിയിലെത്തിയ മുയ്സുവിന് രാഷ്ട്രപതി ഭവനിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആചാരപരമായ വരവേൽപ്പ് നൽകിയാണ് സ്വീകരിച്ചത്. തുടർന്ന് രാജ്ഘട്ടിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷമാണ് മുയ്സു മോദിയുമായി ഉഭയകക്ഷി സംഭാഷണത്തിനിരിക്കുന്നത്. മേഖലയിലെ ശാക്തിക സന്തുലനത്തിനായുള്ള ഇന്ത്യയുടെ നീക്കത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവും നിർണായക ഉടമ്പടി ഒപ്പുവെച്ചു. ഭവന നിർമ്മാണ മേഖലയിലും തുറമുഖങ്ങളും വിമാനത്താവളം അടക്കമുള്ള പശ്ചാത്തല വികസനത്തിലും തുടർന്ന് സാധ്യമാക്കാനും മാലിദ്വീപിന്റെ സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്താനുമുള്ള നടപടികൾ സ്വീകരിക്കും. ഇരു രാജ്യങ്ങളും ഒരുപോലെ ഭീഷണി നേരിടുന്ന കടൽക്കൊള്ള, മയക്കുമരുന്ന് കടത്ത്, ഭീകരത എന്നീ വിഷയങ്ങളിൽ ഒരുമിച്ച് പോരാടുമെന്ന് ഇരു രാജ്യങ്ങളും ഉറപ്പു നൽകുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഉരസലുകൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നു എന്നത് സത്യമാണ്. എന്നാൽ മാലിദ്വീപിന്റെ പ്രസിഡന്റിന്റെ ഇന്ത്യൻ സന്ദർശനത്തോടുകൂടി കാര്യങ്ങളൊക്കെ ഒന്ന് അടങ്ങിയതായിരുന്നു. ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള നയതന്ത്ര ബന്ധം വഷളാവുന്നത് കണ്ടതാണ്. പക്ഷെ അതെല്ലാം മാറി വരികയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലിദ്വീപിലെ ചില മന്ത്രിമാർ അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളായിരുന്നു ഈ വിവാദങ്ങൾക്കൊക്കെ തിരികൊളുത്തിയത്. ഇതിനെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ വ്യാപകമായി മാലിദ്വീപിനെ ബഹിഷ്കരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യക്കാർ ബഹിഷ്കരിക്കാൻ തുടങ്ങിയതോടെ മാലിദ്വീപ് ടൂറിസം മേഖലയിൽ വൻ തിരിച്ചടി നേരിട്ടു. വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിലുണ്ടായ കുറവ് ടൂറിസം പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായ ഈ ദ്വീപ് രാഷ്ട്രത്തെ പ്രതിസന്ധിയിലാക്കുകയായിരുന്നു. ഇതോടെ ഇന്ത്യയെ അനുനയിപ്പിക്കാൻ മാലിദ്വീപ് ഭരണകൂടം ശ്രമങ്ങൾ ആരംഭിച്ചു. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇവിടെ എത്തിയത് പോലും. 2024 തുടക്കത്തിൽ ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലക്ഷദ്വീപ് സന്ദർശിച്ചതോടെയാണ് മാലിദ്വീപുമായുള്ള വിവാദങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നോർക്കലിംഗിൻ്റെത് അടക്കമുള്ള ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. മാലിദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളും സജീവമായി. പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനവും തുടർന്നുള്ള ട്വീറ്റുകളും വിനോദസഞ്ചാര മേഖലയിൽ ലക്ഷദ്വീപിനെ മാലിദ്വീപിന് ബദലായി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമമായിട്ടാണ് അവർ വിലയിരുത്തിയത്. ഇതോടെയാണ് മാലിദ്വീപ് മന്ത്രിമാർ പ്രധാനമന്ത്രി മോദിക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നത്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും ഇന്ത്യയിൽ മാലിദ്വീപ് ബഹിഷ്കരണ ക്യാമ്പയിൻ ശക്തമാവുകയും ചെയ്തു. ചൈന അനുകൂലിയായ പ്രസിഡന്റ് മുഹമ്മദ് മുയ്സുവിന്റെ തുടക്കം മുതലെയുള്ള നടപടികളും സ്ഥിതി രൂക്ഷമാക്കി. കഴിഞ്ഞ വർഷം വരെ മാലിദ്വീപിലേക്കും ഏറ്റവും കൂടുതലായി എത്തിയ സഞ്ചാരികൾ ഇന്ത്യക്കാരായിരുന്നു എന്ന് പറഞ്ഞല്ലോ. എന്നാൽ വിവാദങ്ങൾക്ക് ശേഷം മാലിദ്വീപിലെത്തുന്ന സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യ 6ാം സ്ഥാനത്തിലേക്ക് എത്തി. ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരികളുടെ എണ്ണത്തിൽ 42% കുറവാണ് അന്ന് രേഖപ്പെടുത്തിയിരുന്നത്. ഇതോടെ കാര്യങ്ങൾ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ മാലിദ്വീപ് ഭരണകൂടം ഇന്ത്യ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയായിരുന്നു. ഇന്ത്യൻ സഞ്ചാരികളോടുള്ള അഭ്യർത്ഥനയുമായി മാലിദ്വീപ് ടൂറിസം മന്ത്രി ഇബ്രാഹിം ഫൈസൽ തന്നെ രംഗത്തെത്തി. ഇന്ത്യക്കാരെ ആകർഷിക്കാൻ ഇന്ത്യൻ നഗരങ്ങളിൽ മാലിദ്വീപ് ടൂറിസം റോഡ് ഷോകൾ നടത്തി. ഈ ഷോ ഉദ്ഘാടനം ചെയ്യാൻ ടൂറിസം മന്ത്രി തന്നെ നേരിട്ടെത്തി. ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപിലേക്കുള്ള വിമാന സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മാലിദ്വീപ് ഭരണകൂടം മുൻകൈയെടുത്തു. എന്തായാലും ഇത്തരമൊരു ബന്ധം സ്ഥാപിച്ചതിനു ശേഷവും ഇന്ത്യ മാലിദ്വീപിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യുക. ഇതിപ്പം ഒരു ആഗോള രാഷ്ട്രീയമാണല്ലോ, എന്തും എപ്പം വേണമെങ്കിലും സംഭവിക്കാം. ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.